Hello, good morning, my dear students. In the last class, we are discussed about the working of stock exchanges, how the operation of stock exchange has carried out. I feel that you have a clear idea about how the buying and selling operations are carried out in a stock exchange. Okay, today we are going to discuss the two important stock exchanges of India, namely NSE and BSE. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. 1875 ബോംബെയിലെ ദലാൽ സ്ട്രീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് ആദ്യമേ അറിയപ്പെട്ടിരുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയപ്പെടുന്നതും BSE തന്നെയാണ്. ഏറ്റവും കൂടുതൽ കമ്പനികൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. NSE സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1992 ഇപ്പോൾ ട്രേഡിംഗ് ഓപ്പറേഷൻ കൂടുതൽ NSEയിലാണെങ്കിലും BSE തന്നെയാണ് കൂടുതൽ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എണ്ണത്തിൻ്റെ മുമ്പിലുള്ളത്. NSE എന്നുള്ളത് ഇന്ത്യയെ നമ്മുടെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSEയുടെ ഇൻഡെക്സ് നിഫ്റ്റിയും BSEയുടെ ഇൻഡെക്സ് സെൻസെക്സുമാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഫേമസ് ആയിട്ടുള്ളത്. ഇതിന് പുറമെ 18ഓളം റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള 18ഓളം റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ സിലബസിൽ ഇത് രണ്ടും പഠിക്കാനുള്ളതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ എന്താണ് BSE, എന്താണ് NSE എന്ന് എനിക്ക് തോന്നുന്നു +2 തൊട്ട് ഇത് സിലബസിലുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും സിലബസിൽ ഈ വർഷത്തെ സിലബസിൽ ഇതുള്ളത് കൊണ്ട് ഇതൊന്ന് ബ്രീഫായിട്ട് മെൻഷൻ ചെയ്യുന്നു. നിങ്ങൾ പുസ്തകം കൂടെ ഒന്ന് റെഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. നമുക്ക് സെക്കൻഡറി മാർക്കറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് സെക്കൻഡറി മാർക്കറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓഹരികൾ വാങ്ങുവാനും വിൽക്കുവാനുള്ള സ്ഥലം. കമ്പനികൾ ഓഹരികൾ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റേഴ്സിനേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, IPO വഴി, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങുവാനുള്ള ഓപ്ഷൻ കിട്ടി. അവിടെ എല്ലാവർക്കും വാങ്ങുവാൻ പറ്റണമെന്നില്ല, വാങ്ങാൻ പറ്റാത്തവരും കാണും. വാങ്ങിയ ആൾക്കാർക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് അത് വിൽക്കണമെന്ന് ആഗ്രഹം കാണും. അവിടെയാണ് സെക്കൻഡറി മാർക്കറ്റിൻ്റെ റിലവൻസ് വരുന്നത്, അല്ലേ? ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയും നിലവിൽ വാങ്ങാത്തവർക്ക് വീണ്ടും വാങ്ങുന്നതിന് വേണ്ടിയും ഉള്ള ഒരു പ്ലേസാണ് സെക്കൻഡറി മാർക്കറ്റ്, വെയർ ബൈയിങ് ആൻഡ് സെല്ലിങ് ടേക്ക് പ്ലേസ്, അല്ലേ? വാങ്ങലും വിൽക്കലും നടക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് റെഫേഴ്സ് ടു എ മാർക്കറ്റ് വെയർ സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ആഫ്റ്റർ ബീയിങ് ഇനിഷ്യലി ഓഫേർഡ് ടു ദ പബ്ലിക്, അല്ലേ? ജനങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം അത് വീണ്ടും ക്രയവിക്രയം നടത്തുന്ന പ്ലേസാണ് സെക്കൻഡറി മാർക്കറ്റ്, അല്ലേ? പ്രൈമറി മാർക്കറ്റിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിന് ശേഷം സെക്കൻഡറി മാർക്കറ്റ് വരുന്നു, അല്ലേ? ആഫ്റ്റർ ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ട്രേഡിംഗ് നടക്കുന്നത്. The stock exchanges along with a host of other intermediaries provide the necessary platform for trading in secondary market and also for clearing and settlement. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം മാത്രമല്ല, അവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഇൻ്റർമീഡിയറീസ് ഉണ്ട്. ദേ ആർ ആക്ടിങ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ബയ്യർ ആൻഡ് സെല്ലർ. എ പേഴ്സൺ നെവർ ഫൈൻഡ് എ ബയ്യർ ഓർ സെല്ലർ, ബട്ട് ഹി ക്യാൻ അപ്രോച്ച് എ ബ്രോക്കർ. ഹീ ഈസ് ആക്ടിങ് ആസ് ആൻ ഇൻ്റർലിങ്ക് ബിറ്റ്വീൻ ദ ബയ്യർ ആൻഡ് സെല്ലർ. അതായത് ഒരു വ്യക്തിക്ക് നേരിട്ട് ഓഹരികൾ വാങ്ങാനായിട്ടോ വിൽക്കാനായിട്ടോ കഴിയില്ല. ഹി ക്യാൻ പെർഫോം ഹിസ് ആക്ടിവിറ്റീസ് ത്രൂ, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ത്രൂ എ ബ്രോക്കർ ഓർ ഇൻ്റർമീഡിയറി. ആൻഡ് ഓൾസോ ദർ ഇസ് എ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഹൗസസ് ആർ ദെയർ. ഓഹരികൾ കൈമാറുന്നതും പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഹൗസസ് ആർ ദെയർ. ദേ ആർ ആക്ടിങ് ആസ് ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സ് ആർ ആക്ടിങ് ആസ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് houses. The securities are traded, cleared and settled within the regulatory framework fixed by the exchanges and the SEBI, അല്ലേ? സെക്യൂരിറ്റീസ് വാങ്ങുന്നതും വിൽക്കുന്നതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്തുള്ള നിയമത്തിനനുസരിച്ചും സെബിയുടെ റൂൾസ് അനുസരിച്ചുമാണ്. ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ സെബി റൂൾസ് കൊണ്ടുവന്നിട്ട് ആ റൂൾ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിന് വാങ്ങുവാനും സെല്ലർക്ക് വിൽക്കുവാനും കഴിയും. അവിടെ ബ്രോക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഇടപാടുകളും സുതാര്യമായിരിക്കും. കമ്മീഷൻ്റെയൊക്കെ റേറ്റ് കൃത്യമായി പറഞ്ഞിരിക്കും. ഇൻവെസ്റ്റേഴ്സിനെ ചീറ്റ് ചെയ്യില്ല. ഇൻഫർമേഷൻസ് കൃത്യമായി അവൈലബിൾ ആയിരിക്കും. ഓഹരികളുടെ വില ഓൺലൈൻ ട്രേഡിംഗ് ആയതുകൊണ്ട് എവിടെ ഇരിക്കുന്ന ആളും, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓൺലൈൻ ട്രേഡിംഗ് ആണ്.
രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആളും, ഒരു ഹൈ പീപ്പിളിന് മാത്രമല്ല, ഒരു ലോ ഇൻകം ഗ്രൂപ്പിന് വരെ ഓൺലൈനായിട്ട് സിസ്റ്റത്തിൽ നോക്കിയിട്ട് ഓരോ ഓഹരികളുടെ വില നിലവാരം കൃത്യമായി അറിയുകയും അതനുസരിച്ച് വാങ്ങുവാനോ വിൽക്കുവാനോ പറ്റും. അവിടെ ഒരു ചീറ്റിംഗ് സംഭവിക്കുന്നില്ല. അതാണ് ഈ പറയപ്പെടുന്ന ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പ്രത്യേകത. അത് സെബി കൊണ്ടുവന്ന ഒരു റെഗുലേഷനാണ് ഓൺലൈൻ ട്രേഡിംഗ്. അതുകൊണ്ട് എല്ലാവർക്കും ഇൻഫർമേഷൻസ് കൃത്യമാകുന്നുണ്ട്. ദ മാർക്കറ്റ് ഈസ് ഫ്രീ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. The securities are traded, cleared and settled with the regulatory framework prescribed by the exchanges and the Securities Exchange Board of India. Okay, with the increased application of IT, the trading platform of the stock exchange is accessible from anywhere in the country through the ഇറ്റ്സ് എ ട്രേഡിംഗ് ടെർമിനൽ അല്ലേ. ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ടെർമിനലിനകത്ത്, വെബ്സൈറ്റിനകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന ഇടപാടുകളെക്കുറിച്ചും അപ്പോൾ അവിടെ ഓരോ ഓഹരികളും റീസെൻ്റായിട്ട് വിൽക്കുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും വില വരെ അവിടെ സൂചിപ്പിക്കും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ വിൽക്കാൻ പോകുന്ന ആൾക്കും വാങ്ങാൻ പോകുന്ന ആൾക്കും മാർക്കറ്റ് വാല്യൂ കൃത്യമായി അക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഐ ഓൾറെഡി സെഡ് ദാറ്റ് ദ മാർക്കറ്റ് ഈസ് ഫ്രീ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് we are going to discuss the two important. So first one, NSE. എന്താണ് NSE? Is a leading stock exchanges of India located in Mumbai. The NSE was established in the year 1992 as the first dematerialized electronic stock exchange in the country. Dematerialized എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the process of converting the paper certificate into electronic form. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, ഡിജിറ്റൽ ലോക്കർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകളൊക്കെ പേപ്പർ രൂപത്തിൽ നിന്നും ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റുന്ന മാർഗ്ഗമാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഡീമെറ്റീരിയൽസ്. ഇങ്ങനെ ഓഹരികൾ പണ്ട് കാലത്ത് പേപ്പർ സർട്ടിഫിക്കറ്റ് ഓഹരികൾക്കുള്ളത്, ഇപ്പോൾ അത് മാറ്റിയിട്ട് ഡിജിറ്റൽ രൂപത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഫോമിൽ. അത് ക്യാരി ഔട്ട് ചെയ്യുന്നത് 2 ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡാണ്, NSDL-ഉം CSDL-ഉം, നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡും സെൻട്രൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലിമിറ്റഡ്. ഈ 2 ഏജൻസികളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് ഡീമെറ്റലൈസേഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പേപ്പർ കീറിപ്പോകും, സർട്ടിഫിക്കറ്റ് കീറിപ്പോകുമെന്ന് പേടിക്കേണ്ട. ഇത് ഡിജിറ്റലായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ കൂടുകയും കുറയുകയും ചെയ്യും, ഷെയറിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അതാണ് ഡീമെറ്റലൈസേഷൻ. ഇന്ത്യയിൽ ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ട്രേഡിംഗ് നടത്തുന്ന ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE. It's the first exchange in the country to provide a modern, fully automated, screen-based electronic trading system, which offered easy trading facility to the investors spread across the length and breadth of the country. അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ അങ്ങും ഇങ്ങും ചിതറിക്കിടക്കുന്ന 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഇൻവെസ്റ്റേഴ്സിന് സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുള്ളി ഓട്ടോമാറ്റഡ് ട്രേഡിംഗ് ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, മോഡേൺ ഫെസിലിറ്റിയാണ്. അതിൻ്റെ ടെർമിനലിൽ കയറിയിട്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ടെർമിനൽ എന്ന് വെച്ചാൽ അതിനകത്ത് കയറുമല്ല, അതിൻ്റെ വെബ്സൈറ്റിലാണ് ടെർമിനൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫേസ് പേജിൽ കയറിയിട്ട് നമുക്ക് ഒരു ബ്രോക്കർക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ബ്രോക്കർ വഴി നമുക്ക് ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ബ്രോക്കർ പറയുന്ന വിലയല്ല, നമ്മൾ അതിനകത്ത് കയറി നമ്മുടെ മുമ്പിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ ഓരോ ഓഹരികളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന അപ്പോഴത്തെ റീസെൻ്റ് പ്രൈസ് നമുക്ക് ഫുള്ളി സ്ക്രീൻ ബേസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ വിക്രം ലിമയാണ് ഇപ്പോൾ MD ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് NSE. ഓക്കെ, it was incorporated in the year 1992. NSE was incorporated in the year 1992 to bring in transparency in the market. കുറച്ച് ട്രാൻസ്പെറൻസി കൊണ്ടുവരാനാണ്. ട്രാൻസ്പെറൻസി ഉദ്ദേശിക്കുന്നത് എന്താ, കുറച്ച് ഈസി എന്താണ്, എല്ലാവർക്കും കുറച്ചുകൂടെ കൃത്യത, അല്ലേ, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം മാർക്കറ്റിലെ ഓപ്പറേഷൻസ്. Instead of trading membership being confined to a group of brokers, NSE ensured that anyone who was qualified, experienced and met minimum financial requirements was allowed to trade. അല്ലേ, ബ്രോക്കേഴ്സ് സ്വന്തം ഇഷ്ടക്കാരെ മെമ്പർഷിപ്പ് കൊടുത്ത് ബ്രോക്കർ ആക്കുന്നതിന് പകരം NSE ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ബ്രോക്കിംഗ് ലൈസൻസ് കൊടുത്തേക്കുന്നത്. അവർക്കാണ് ബ്രോക്കേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്നത്. In this context, NSE was ahead of its times when it separated ownership and മാനേജ്മെൻറ്റ് ഇൻ ദ എക്സ്ചേഞ്ച് അണ്ടർ സെബി സൂപ്പർവിഷൻ. ഡീമ്യൂച്വലൈസേഷൻ എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. ഡീമ്യൂച്വലൈസേഷൻ, അതായത് മുമ്പ് കാലത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയ ഒരു കൂട്ടം ബ്രോക്കേഴ്സ് ആണെങ്കിൽ അവർ തന്നെയാണ് അതിൻ്റെ ഓപ്പറേഷൻസും
അതായത് ഓണർഷിപ്പ് ആൻഡ് ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ സെബി പറയുന്നുണ്ട് ഓണർഷിപ്പ് ആൻഡ് ഓപ്പറേഷൻസ് ആർ സെപ്പറേറ്റഡ്, ദാറ്റ് ഇസ് ടു ബി ഡീമ്യൂച്വലൈസേഷൻ. നെറ്റിന് വേണ്ടി വായിച്ച് നോക്കുക എന്താണ് ഡീമ്യൂച്വലൈസേഷൻ അല്ലേ, UGC പരീക്ഷയ്ക്ക് വേണ്ടി നോക്കണം. ഡീമ്യൂച്വലൈസേഷൻ വന്നപ്പം എന്താണ് സെബി പറയുന്നുണ്ട് ഓണർഷിപ്പും NSE എന്ത് ചെയ്തു, സെപ്പറേറ്റഡ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ ദ എക്സ്ചേഞ്ച് അണ്ടർ സെബി സൂപ്പർവിഷൻ. The price information which could earlier be accessed only by a handful of people could now be seen by a client in a remote location with the same ease. അല്ലേ, മുമ്പ് വില നിലവാരം ഓരോ ഓഹരികളുടെ വില വാങ്ങാനും വിൽക്കാനുള്ള വില നിലവാരം ഇച്ചിരി പൈസയുള്ള എന്താണ് കുറച്ചുകൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ ആയിരുന്നു, അതായത് കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള ആൾക്കാർക്കായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ റിമോട്ട് ലൊക്കേഷനിൽ ഇരിക്കുന്ന ആൾക്കാരും ഈസി ആയിട്ട് വില നിലവാരം അറിയുകയും അതനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രാൻസ്പെറൻ്റായിട്ട് ഇടപാട് നടക്കുകയും ചെയ്യുമായിരുന്നു. നമുക്കിപ്പോഴും നമ്മളെ ധാരണ എന്താണ് കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള അല്ലേ, പിന്നെ എന്താണ് വേറൊരു കാറ്റഗറി ഓഫ് പീപ്പിളാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല. ബട്ട് ആക്ച്വലി സെബി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് number of guidelines for ensuring the participation of layman and middle income groups or lower income groups to the സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുവാനും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുമാണ് സെബി ഇത് കൊണ്ടുവരുന്നത് അല്ലേ. പലപ്പോഴും റിട്ടേണിൻ്റെ കാര്യത്തിൽ ചില സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ടു മച്ച് റിട്ടേൺ ദാൻ കമ്പയർഡ് വിത്ത് അതർ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്ക് മാർക്കറ്റാണ്. പക്ഷേ നമ്മൾ നല്ലതുപോലെ ഇവാലുവേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ എന്നത്തെ പ്രത്യേകത. നെക്സ്റ്റ് BSE. The BSE, formerly known as Bombay Stock Exchange of India, is the first Indian stock exchange located in Dalal Street, Mumbai. Established in the year 1875, it is Asia's oldest stock exchange. The BSE is the world's 10th largest stock exchange with the overall market capitalization of more than $2.2 trillion as on April 2008. ഏറ്റവും വലിയ ഏഷ്യയിലെ ലോകത്തെ 10ാമത്തെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയപ്പെടുന്നു. അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ $2.2 ട്രില്യൺ, അതായത് ഇതിൻ്റെ ഇടപാട് മീൻസ് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ റേറ്റ് അത്രയും ഉയർന്നതാണ് ഈ പറയപ്പെടുന്ന BSEയുടെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓൺ August 31st, 1957, the BSE became the first stock exchange to be recognized. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1957 ഇന്ത്യൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് BSEയെ റെക്കഗ്നൈസ് ചെയ്തത്. The BSE is also a partner exchange of the United Nations Sustainable Stock Exchange Initiative, joining in September 2012. 2012 യുണൈറ്റഡ് നേഷൻസുമായി ചേർന്ന് സസ്റ്റൈനബിൾ സ്റ്റോക്സ് ഇനിഷ്യേറ്റീവിൽ പാർട്ണറായ ഇന്ത്യയിലെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE ആയിരുന്നു. അതുപോലെ തന്നെ BSE ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഭാഗമായിട്ടുണ്ട്, എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് INX on 30th December 2016. ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഈസ് ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിപണിയാണ് ബോംബെ ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. BSE ലോഞ്ചസ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് കോൺട്രാക്ട് ഗോൾഡ് ആൻഡ് സിൽവർ. നമ്മൾ പഠിച്ചില്ല കമ്മോഡിറ്റി ഡെറിവേറ്റീവ് അല്ലെ, റിസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഗോൾഡിലും സിൽവറും, അതും നമ്മുടെ BSEയിൽ ട്രേഡിംഗ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ അബൌട്ട് BSE ആൻഡ് NSE. ഓക്കെ, നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സെബിയെക്കുറിച്ചാണുള്ളത്. നല്ലതുപോലെ വായിക്കുക. ഓക്കെ, നല്ലതുപോലെ വായിക്കുക, നോട്ട് തയ്യാറാക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, നോട്ട് തയ്യാറാക്കി തന്നെ പോകണം, നോട്ട് വിടരുത്. തയ്യാറാക്കി, അതായത് ഇതിന് PG പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ UGC എക്സാമിനേഷൻ ഓൾസോ. അതുകൊണ്ട് നോട്ട്ബുക്കിൽ തന്നെ നോട്ട് തയ്യാറാക്കി തന്നെ മുന്നോട്ട് പോവുക. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു ഓൾ.